ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. ഇന്ന് എനിക്ക് സുഖമില്ലാത്ത കാരണം മോളാണ് കുക്ക് ചെയ്യണത്. ആദ്യത്തെ നോമ്പിന് ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയാണ്. സിമ്പിളായിട്ട് തന്നെ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ടി 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. നല്ല പേസ്റ്റ് ആക്കണ്ട, ചതച്ചാൽ മതി. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ്. പിന്നെ പുതിനയില അതും കുറച്ചിട്ട് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ മസാലകളും എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് നമ്മൾ വേവിക്കുക. ഒരു 8 വിസിലൊക്കെ വരേണ്ടി വരും. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതവിടെ വയ്ക്കുക. നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. 2 or 3 ഒക്കെ എടുക്കാം. ഞാൻ എണ്ണ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഗോൾഡൻ കളറ് ആവുമ്പോൾ നമ്മളൊന്ന് കോരി മാറ്റും. നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെ ഉള്ളി കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ മുന്തിരി വറുത്തെടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വേറെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എണ്ണയൊക്കെ ഉപയോഗിക്കാൻ സുഖമാണ്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട 2-3 പീസസ് ആക്കി ഇട്ട് കൊടുത്തു. അതുപോലെ ഗ്രാമ്പൂ, ഏലം ഇതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ബേ ലീഫ് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ജീരകശാല അരി 2 കപ്പ് കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെള്ളം വാർത്തിട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നിട്ട് വേണം ഈ എണ്ണയിലേക്ക് ഇടാൻ. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അരി എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോൾ 2 കപ്പാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിക്കുക. അതുപോലെ എത്ര കപ്പ് എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് അതേ ആ കപ്പിൽ തന്നെ അളന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അരി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഈ വെള്ളം വറ്റുന്നതോടുകൂടി ചോറ് റെഡിയാവും. ഇനി നമ്മളത് അടച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ആ വെള്ളം വറ്റി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. മസാല ഉണ്ടാക്കാനുള്ള ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിൽ മതി. അതിലേക്ക് 2 സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി.
അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ചെയ്ത് വെച്ചത് തന്നെ അതിലേക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതുണ്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും വഴറ്റണം എന്നില്ല. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ബീഫിലേക്കാണ് ഞാൻ 2 വലിയ തക്കാളി എടുത്തത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ മസാലയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ബീഫും വെന്ത് റെഡിയാവും. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബിരിയാണി മസാലയാണ്. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടണം, കാരണം ബീഫാകുമ്പോൾ കുറച്ചുകൂടി മസാല കൂടുതൽ വേണം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് മിക്സാക്കുക. അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പുളി വേണം എന്നുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഞാൻ നല്ല പുളിയുള്ള തൈരായത് കാരണം 2 ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ നമ്മൾ മല്ലിച്ചപ്പ്, പുതിന ഏകദേശം നമുക്കൊരു കൈ നിറയെ എടുക്കാം. മല്ലിച്ചപ്പും പുതിനയും ഏകദേശം ഒരേ അളവിലാണ് എടുത്തത്. ഇനി മല്ലിച്ചപ്പ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, പുതിന കൂടിപ്പോവാതെ നോക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി. മല്ലിച്ചപ്പൊന്നും വേവാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വേവിക്കുമ്പോൾ അതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം അഥവാ ഉണ്ടെങ്കിൽ കുക്കർ തുറക്കുമ്പോൾ വെള്ളം ഉണ്ട് എങ്കിൽ അത് വറ്റിച്ചെടുക്കുക. ഇനി കുറച്ചൊക്കെ വെള്ളം ഉണ്ടെങ്കിലും അത് ഈ മസാലയിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അത് മാറ്റി വെക്കരുത്, നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും. ഞാനിപ്പോൾ കുക്കറിൽ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയെല്ലാം അതിൻ്റെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാത്തൊരു പരുവത്തിലാണ് ഉള്ളത്. കുക്കറിൽ വെച്ചിട്ട് തന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് തന്നെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ റെഡിയാക്കിയതിൽ പകുതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് കുക്കാവാത്ത പോലെ നമുക്ക് തോന്നും, കാരണം 1.5 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുമല്ലോ. ഇതിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ ഈ ദമ്മിൽ കിടന്നിട്ടും കൂടി ചോറൊന്ന് വേവും. അപ്പോൾ പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയനും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ നെയ്യ് നമ്മൾ നെയ്ച്ചോറ് വെച്ചപ്പോൾ തന്നെ കുറച്ച് നെയ്യുണ്ട് എങ്കിൽ പോലും ഈ സമയത്തും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ചോറ്, അതായത് പകുതി ചോറാണ് ആദ്യം ഇട്ടത്, ബാക്കി ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
ചോറൊന്നും കട്ട കെട്ടാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്, കാരണം നമ്മൾ ആദ്യം അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കി വന്നിട്ടുള്ള മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള ഓണിയൻ, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പൊന്നും സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചെയ്യണ്ട, പക്ഷേ ഉണ്ടായിരുന്നാലും ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഈ ചോറിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും ബിരിയാണിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക. അവസാനം മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതി, എങ്കിലും അതൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ദമ്മിടുകയാണ്. നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി ലോ ഫ്ലെയിമിലൊരു 10 മിനിറ്റ് നേരം. നമ്മൾ ബീഫ് വെന്തതാണ്, റൈസും വെന്തതാണ്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുറക്കണ്ട, നമുക്ക് എപ്പോഴാണോ കഴിക്കാനാവുന്നത് അപ്പോൾ തുറന്നാൽ മതി. കുറച്ച് സമയം അതിൽ കിടന്നോട്ടെ, അപ്പോൾ ചോറ് ടേസ്റ്റ് കൂടും. അങ്ങനെ കുറച്ചധികം സമയം ദമ്മിൽ കിടന്നാൽ. അപ്പോൾ ഞാൻ ചോറ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. വേറെ വേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം, പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരുമിച്ചാണ് സെർവ് ചെയ്യണത്. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാണ്. റൈസും അതുപോലെ ബീഫും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മോളുടെ കുക്കിംഗ് ആണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്